ഹേ ഗായ്സ്, വെൽക്കം ടു ജിജേവേഴ്സ്. ഇന്നൊരു റംബൂട്ടാൻ വൈൻ റെസിപ്പിയാണ്. ഇന്ന് റംബൂട്ടാൻ വെച്ചിട്ടുള്ള വൈനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതേപോലെ റംബൂട്ടാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുപോലെ വേറെ പാത്രത്തിലേക്ക് ആക്കണം. ഇത്തവണ കുറേ റംബൂട്ടാൻ കിട്ടി കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അന്ന് അച്ചാറുണ്ടാക്കി, ഇപ്പം ഇന്നിപ്പോൾ വൈന്, നാളെ ഇനി എന്തെല്ലാം നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കാം. സോ ആദ്യം നമ്മൾ റംബൂട്ടാൻ ഇങ്ങനെ പീലൊക്കെ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഭരണി ഇതാ കഴുകി ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നല്ലപോലെ ജലാംശം ഒട്ടും പാടില്ല, ഫുള്ള് ഉണക്കി റെഡിയാക്കിയതാണ്. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ ക്ലീൻ ചെയ്തത്. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി വൈൻ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ ഭരണിയിലോട്ട് റംബൂട്ടാൻ ക്ലീൻ ആക്കി വെച്ചേക്കുന്നത് കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വാരി ഇട്ട് കൊടുത്താൽ മതി. നമ്മളൊരു 3-4 റൗണ്ട് ഇതിങ്ങനെ വാരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ഭാഗമൊക്കെ നിറയും. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരം എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ ചേർത്താലും ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. തന്നെ അതിലേക്ക് നമ്മൾ കറുവപ്പട്ട പൊട്ടിച്ച് ചേർക്കുക. പിന്നെ നമ്മൾ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് മുഴുവൻ ഇതായിട്ടാണ് ഇടുക, അല്ലാതെ മസാലപ്പൊടിയല്ല. മുഴുവൻ മസാലയുടെ സാധനങ്ങൾ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഐറ്റംസിൻ്റെയൊക്കെ ഫ്ലേവർ എത്രത്തോളം വേണം എന്നുള്ള അനുസരിച്ച് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ പ്രോസസ്സ് പിന്നെയും ചെയ്യുക. കുറച്ച് റംബൂട്ടാൻ ഇടുന്നു, പഞ്ചസാര ഇടുന്നു, മസാലക്കൂട്ട് ഇടുന്നു, പിന്നെയും ഇങ്ങനെ കുലുക്കി സെറ്റാക്കി ഷേക്ക് ചെയ്ത് നല്ല അടിപൊളിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ലെയറും കഴിഞ്ഞ് ഫുള്ള് സെറ്റായി ഇങ്ങനെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറ്റിച്ച് വെച്ച വെള്ളം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിച്ച് വെച്ച വെള്ളം നിറയത്തക്ക രീതിയിൽ, അതായത് റംബൂട്ടാന് മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഒരു ചെറിയൊരു അടപ്പിലുള്ള ആ ഒരളവ് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഫെർമെൻറ്റേഷനും പരിപാടികളും ഒക്കെ നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് ഒരു തുണി വെച്ച് കെട്ടി എയറൊന്നും കിടക്കാതെ, നമ്മളെന്താ പറയുക, വാക്കം പോലെ എയറൊന്നും കിടക്കാതെ സൂക്ഷിച്ച് വെക്കുക. നമ്മൾ വൈനിൻ്റെ ഫുൾ സെറ്റപ്പ് റെഡിയാക്കി കഴിഞ്ഞു. നമ്മൾ ഭരണി തുണിയൊക്കെ വെച്ച് കെട്ടി ടൈറ്റാക്കി മാറ്റി വെച്ചു. നമുക്കിനി ഒരു 10 ദിവസം ഈ ഒരു ഫുൾ സെറ്റപ്പ്, നമ്മുടെ റംബൂട്ടാനും ചൂടാക്കി തണുപ്പിച്ച വെള്ളവും അതിനോടൊപ്പം ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പും പിന്നെ പഞ്ചസാരയും എല്ലാം കൂടി ഇരുന്ന് സെറ്റ് ആവാൻ ഒരു 10 days നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മളത് ഓപ്പൺ ചെയ്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം അതിനെ അരിച്ച് ഒരു കുപ്പിയിലേക്കാക്കി മാറ്റി അടച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു 30 അല്ലെങ്കിൽ 45 days ഒക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ വൈൻ റെഡിയാവും. സോ നമുക്കിനി ഇത് ഫുള്ള് സെറ്റായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ 10ാമത്തെ ദിവസം എത്തി. നമ്മൾ ഈ വൈനിൻ്റെ കെട്ടൊക്കെ അഴിച്ച് അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ്. നല്ല മണം വരുന്നുണ്ട്, നല്ല അടിപൊളി ഫെർമെൻറ്റഡ് ആയിട്ടുള്ള വൈൻ്റെ മണം വരുന്നു. എന്നിട്ട് നമ്മളതിനെ അരിച്ച് മാറ്റി വയ്ക്കുക വേറൊരു പാത്രത്തിലേക്ക്. ആക്ച്വലി ഇപ്പം തന്നെ വൈൻ റെഡി ആയി കഴിഞ്ഞു. ഇതിനെ ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ സാധനം റെഡിയാണ്. നമുക്ക് കൂടുതൽ വീര്യം വേണമെങ്കിൽ മാത്രം ഇതിനെ അടച്ച് ഒരു 35-40 ദിവസത്തോളം സൂക്ഷിച്ച് വയ്ക്കുക. അല്ലാത്ത പക്ഷേ ഇപ്പം തന്നെ സംഭവം റെഡിയാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ തന്നെ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണ്. റംബൂട്ടാനിൽ നിന്ന് ഇത്രയും മനോഹരമായൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസ് സമയത്തൊക്കെ ഇത് ഫുൾ സെറ്റായി കിട്ടും. സോ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ്. ബൈ.